ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങളെ വളരെയധികം ടെൻഷൻ അടിപ്പിക്കുന്നത്. ഇത്രയും സാധ്യതകൾ വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? കൊറോണയ്ക്ക് മുമ്പിൽ ലോകം മുഴുവൻ പകച്ചു നിന്നപ്പോൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പരീക്ഷാ ഹാളിൽ പോയി പരീക്ഷ എഴുതിയ നിങ്ങൾ തന്നെയാണ് എന്റെ ഹീറോസ്. SSLC +1 +2 വിദ്യാർത്ഥികളെല്ലാം തന്നെ റിസൾട്ടിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. അതിന്റെ ആശങ്കകളെല്ലാം തന്നെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഇതിന് താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം ഞാനും ഈ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടാണ് മുന്നോട്ട് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകും. ഇപ്പൊ റിസൾട്ട് വരുന്ന തീയതിയോട് അടുക്കും തോറും നമ്മുടെ മനസ്സിൽ ഒരു വെപ്രാളവും ഒരു ടെൻഷനും ഒക്കെ ആയിരിക്കും. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കിപ്പോ തുടങ്ങിക്കഴിഞ്ഞു. അതിനുള്ള കാരണം നമ്മുടെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ കൂട്ടുകാരും ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. റിസൾട്ട് വരാറായല്ലോ, എത്ര കിട്ടുമായിരിക്കും, ++ ആയിരിക്കില്ലയോ, എന്തോ എടുക്കാനാ പ്ലാൻ, സയൻസ് ആയിരിക്കുമല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി കാണും. +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏത് ആയിരിക്കും, ഡിഗ്രി ആയിരിക്കുമല്ലോ പോന്നെ, കോളേജ് അടുത്ത് കിടപ്പുണ്ടല്ലോ, അപ്പൊ അതായിരിക്കും പോന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ മെഡിസിനോ ഒക്കെ ആയിരിക്കുമല്ലോ എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു കാണുമായിരിക്കും. ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ മനസ്സിൽ, കാരണം നമുക്ക് പോലും ഇല്ലാത്ത ടെൻഷൻ മറ്റുള്ള നമ്മുടെ കാര്യത്തിൽ പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഒരു മാനസികാവസ്ഥ മാറും. കാരണം നമ്മുടെ മാർക്കിന് വേണ്ടി ഇത്രയും ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ടിന് വേണ്ടി ഇത്രയും ആൾക്കാർ കാത്തിരിപ്പുണ്ടല്ലോ. റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇവരെല്ലാം ഫേസ് ചെയ്യണമല്ലോ, ഇവരോടൊക്കെ എന്തായിരിക്കും മറുപടി പറയുക. അവരുടെ മറ്റവരെല്ലാം നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് മാർക്ക് കിട്ടും, നമ്മൾ പഠിക്കുന്ന കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് മാർക്ക് പ്രതീക്ഷിച്ച് വെക്കുന്നത് കൊണ്ടാണ് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മളുടെ കാര്യം എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. എല്ലാത്തിനും നമ്മൾ പോസിറ്റീവായിട്ട് കാണുവാനായിരിക്കണം ശ്രമിക്കേണ്ടത്. കാരണം എന്തായാലും റിസൾട്ട് വരുന്ന മുറയ്ക്ക് പരാജയപ്പെടുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ റിസൾട്ട് മോശമാകുന്നവരുണ്ടാകാം, സ്വാഭാവികമാണ്. ഒരു പരീക്ഷ നടത്തുമ്പോൾ എല്ലാവരും ജയിക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ച മാർക്ക് കിട്ടണമെന്നോ എന്നൊന്നുമില്ല. കാരണം തീർച്ചയായിട്ടും, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു SSLCക്ക് 99% ചിലപ്പോൾ വിജയം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ വിജയ ശതമാനം 99 ആയാലും 1% അപ്പുറത്ത് പരാജയപ്പെടും എന്നുള്ളതാണ് അർത്ഥം. 99% വിജയിച്ചാൽ 1% പരാജയപ്പെട്ടു എന്നാണ്. കാരണം എന്തായാലും എല്ലാ പരീക്ഷയ്ക്കും എല്ലാവരും ജയിക്കണമെന്നൊന്നുമില്ല, പരാജയപ്പെടുന്നവരും ഉണ്ടാകാം. പരീക്ഷയെങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതായിട്ട് മുന്നേറുകയാണ്. തീർച്ചയായിട്ടും വിജയ ശതമാനം കുറച്ചുകൂടി കൂടാനുള്ള സാധ്യതയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. കാരണം ആ പരാജയമെങ്കിലും മുഴുവൻ ആൾക്കാരും വിജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പരാജയപ്പെടുന്നവരും ഉണ്ടാകാം. അവരോട് എനിക്ക് പറയാനുള്ളത്, പരാജയങ്ങളിൽ നിന്ന് വിജയം ഉൾക്കൊള്ളുവാനായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഒരുപാട് സാധ്യതകളാണ് വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടിയിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, 400ഓളം വിദ്യാർത്ഥികളാണ് ഈ ലോക്ക്ഡൌൺ കാരണം SSLC പരീക്ഷ എഴുതാൻ കഴിയാതെ പോയത്. 4000ഓളം വിദ്യാർത്ഥികളാണ് +2 പരീക്ഷ എഴുതുവാൻ കഴിയാതെ പോയത്. അവരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ പരീക്ഷ എഴുതിയവരുടെ അതേ മാനസികാവസ്ഥയായിരിക്കും പരീക്ഷ. അവരുടെ കുറ്റം കൊണ്ടല്ല, ഈ ലോക്ക്ഡൌൺ കാരണം പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ പരീക്ഷ എഴുതാതെ പോയത്. അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് അവർക്ക് വലിയ ഒരു പരിഗണന നൽകുക തന്നെ ചെയ്യും, യാതൊരു സംശയം വേണ്ട. അവരോടൊപ്പം ആയിരിക്കും നിങ്ങളും സേ പരീക്ഷ എഴുതുന്നവരുണ്ട് എങ്കിൽ സേ പരീക്ഷ എഴുതുവാൻ വേണ്ടി പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ സേ പരീക്ഷ എഴുതാൻ വന്നവരാരാണ്, അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതാതെ വീണ്ടും രണ്ടാമത് പരീക്ഷ എഴുതാൻ വന്നവരാരാണ് എന്നതിനെ പറ്റി ആരും അവിടെ കണക്കെടുക്കാനൊന്നും നിൽക്കില്ല. അവരോടൊപ്പമായിരിക്കും നിങ്ങൾ സേ പരീക്ഷ എഴുതുന്നവരും പോവുക. അപ്പോൾ എന്തായാലും രണ്ടുപേർക്കും തുല്യമായ പരിഗണനയായിരിക്കും പരീക്ഷാ ഹാളിൽ നടക്കുക, പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഉണ്ടാവുക, പുറത്തു വരുമ്പോൾ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതുകൊണ്ട് സേ പരീക്ഷ എഴുതാനാണോ, നിങ്ങളെ ആ ഒരു കണ്ണിൽ കൊറോണ ആയതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികളാണ്, അവരാണ് പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നത് എന്നൊരു കാഴ്ചപ്പാടോടെ മാത്രമേ നമ്മുടെ സമൂഹം നോക്കി കാണുകയുള്ളൂ. അതുകൊണ്ട് സേ പരീക്ഷ എഴുതാൻ പോകുന്നവരാണോ അല്ലെങ്കിൽ അല്ലാതെ പോകുന്നവരാണോ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടും കൂടി ആയിരിക്കില്ല നിങ്ങളെ നോക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി ധൈര്യപൂർവ്വം നിങ്ങൾക്ക് പോയി പരീക്ഷ എഴുതാം. ആരോടെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനൊരു കാരണമുണ്ട്, കൊറോണയാണ്ട് പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് രണ്ടാമത് ഗവൺമെന്റ് ഒരു അവസരം നൽകുമ്പോൾ ഒരു ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള ഒരു അവസരം SSLC വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ പോയി പരീക്ഷ എഴുതുന്നത് എന്നൊക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ന്യായീകരണം നിരത്താവുന്നതാണ്. ആരും ചോദിക്കാൻ, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആരും നിങ്ങളെ ചോദ്യം ചെയ്യുവാനായിട്ട് വരില്ല എന്നുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. +2 വിദ്യാർത്ഥികൾക്കും ഇതേ സാഹചര്യം തന്നെയാണ് ഉള്ളത്. +2 വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ, കാരണം പരീക്ഷയാണ്, തോൽക്കുന്നവരും വിജയിക്കുന്നവരും ഉണ്ടാകും. ആ പരാജയം നിങ്ങൾ മാനസികമായിട്ട് തളർന്നു പോകാതെ അതിനെ അതിജീവിക്കുവാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിജയം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടായിരിക്കണം ശ്രമിക്കേണ്ടത്. +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലെങ്കിൽ ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും വലിയൊരു അവസരമാണ് വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 പരീക്ഷ വരെ +2 വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ് ചെയ്യുവാനുള്ള ഒരു അവസരം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം 2020 നമ്മുടെ മാർച്ച് മാസത്തില് DHSC നമ്മുടെ ഹയർ സെക്കൻഡറി
സെക്കൻഡറി വകുപ്പ് പുറത്തിറക്കിയ നോട്ടിഫിക്കേഷനിൽ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ വേണ്ടി കഴിയുന്നത്. ഇതിൽ കൃത്യമായി പറയുന്നു, +2 വിദ്യാർത്ഥികൾക്ക് 3 പരീക്ഷ വരെ ഇംപ്രൂവ് ചെയ്യുവാനുള്ള അവസരം നൽകിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം വരെ അത് ഒരു പരീക്ഷയായിരുന്നെങ്കിൽ ഇത്തവണ 3 പരീക്ഷ വരെ ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ പരാജയപ്പെട്ട, അതായത് തോറ്റ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടാതെയാണ് 3 വിഷയങ്ങൾ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യുവാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിങ്ങൾക്കൊരു അവസരമാണ്. നിങ്ങൾക്ക് മാർക്ക് കുറയുന്ന വിഷയങ്ങൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളാണ് പരീക്ഷ ചെയ്തുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അറിയാം ഏത് വിഷയമാണ് എനിക്ക് മാർക്ക് കുറയുവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ കുറയുവാൻ വേണ്ടി പോകുന്ന വിഷയങ്ങൾ ഇപ്പോൾ തന്നെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് സമയങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കുറച്ച് പോർഷൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു വലിയ മികച്ച സ്കോറിലേക്ക്, ചിലപ്പോൾ A+ പോലും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടി കഴിയുന്ന ഒരു സാധ്യത ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ച് തുടങ്ങിക്കൊള്ളുക. +1 വരുമ്പോൾ +1 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്കും വലിയൊരു അവസരമാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് വിദ്യാഭ്യാസ കാലഘട്ടം ഇങ്ങനെ കിടക്കുകയാണ്. ഇനി +1 +2 കൂടിയുണ്ട്. അപ്പോൾ +1 വിദ്യാർത്ഥികൾക്കും ഇതേപോലെ തന്നെ 3 വിഷയം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകും. റിസൾട്ട് വരുന്ന മുറയ്ക്ക് ആ ദിവസം തന്നെ നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് ഡേറ്റ് പ്രഖ്യാപിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയം എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നെല്ലാം തന്നെ ആ റിസൾട്ട് വരുന്ന ആ ദിവസം മാത്രമേ നമുക്ക് അറിയുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കും മാർക്ക് കുറയുന്ന വിഷയങ്ങൾ പേടിയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. അപ്പോൾ ഇത്രമാത്രം വലിയൊരു അവസരം വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾക്ക് നൽകുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? റിസൾട്ടിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം വേറെ ഒരു വിദ്യാർത്ഥികൾക്കും വേറൊരു വർഷത്തെയും വിദ്യാർത്ഥികൾക്ക് ഇല്ലാത്ത വലിയൊരു അവസരം നിങ്ങൾക്ക് പറയുവാനുള്ള ന്യായീകരണങ്ങൾ നമ്മുടെ കൊറോണ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു. കാരണം ഞാൻ ഉണ്ടായതുകൊണ്ടാണ്, കൊറോണ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തില്ലാത്തത്, നിങ്ങൾക്ക് മാർഗില്ലാത്തത് എന്ന് പറയുവാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം, പരീക്ഷ എന്നുള്ള പേരിലായിരിക്കില്ല നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? അതായത് ഈ പരീക്ഷ എഴുതുവാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു പരീക്ഷയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷയും അതിന്റെ കൂടെ നടത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ന്യായീകരണം നിങ്ങൾക്ക് നിരത്താൻ കഴിയും. അതോടൊപ്പം തന്നെ +2 വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറഞ്ഞ വിഷയങ്ങൾ 3 ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരം വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നു. +1 വിദ്യാർത്ഥികൾക്ക് നേരത്തെ ഈ അവസരം ഉള്ളതാണ്. ഇത്രയും ദിവസം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. അപ്പോൾ ഇത്രമാത്രം വിദ്യാഭ്യാസ വകുപ്പ് അവസരം നിങ്ങൾക്ക് നൽകുമ്പോൾ ആ അവസരം പ്രയോജനപ്പെടുത്തുന്നതിലായിരിക്കണം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അല്ലാതെ റിസൾട്ട് വരുന്നതിനെ ഓർത്ത് ടെൻഷൻ അടിക്കാതെ ഇനി വരുന്ന ഭാവി കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക. ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊക്കെ വിഷയമായിരിക്കും ഇംപ്രൂവ് ചെയ്യാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിയാം. ആ വിഷയം എടുത്ത് പഠിച്ചു തുടങ്ങിക്കൊള്ളുക. പഠിക്കാനുള്ള അവസരമാണ്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്തയും നിങ്ങളെ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇനി മറ്റൊരു സംശയം, ഇംപ്രൂവ്മെന്റിന്റെ ഒക്കെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അഡ്മിഷൻ ആരംഭിക്കുകയുള്ളൂ, അതോ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വരുമ്പോഴത്തേന് അഡ്മിഷൻ എല്ലാം തീരുവല്ല, പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇംപ്രൂവ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. ഈ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും എല്ലാം കൂടി വീണ്ടും അപേക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വീണ്ടും അലോട്ട്മെന്റ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ വർഷവും നടത്തുന്നതാണ്. നിങ്ങൾ ഈ അഡ്മിഷൻ അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ റിസൾട്ട് വെച്ചായിരിക്കും അപേക്ഷിക്കുക. അത് തിരുത്തിക്കൊണ്ട് രണ്ടാമത്തെ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് കൂടി ആഡ് ചെയ്തുകൊണ്ട് അപേക്ഷിക്കാനുള്ള അവസരം വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. അപ്പോൾ സുവർണ്ണ അവസരങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് അഡ്മിഷന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ടതിന്റെ യാതൊരുവിധ ആവശ്യമില്ല. പിന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഒരു സംശയമുണ്ട്, സാറേ ആദ്യം വന്ന സർട്ടിഫിക്കറ്റും ഇനി ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വരുമ്പോൾ രണ്ടാമത്തെ സർട്ടിഫിക്കറ്റും കൂടെ തരത്തില്ലേ? അപ്പോൾ ഈ 2 സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കണമല്ലോ. പരീക്ഷ വിദ്യാർത്ഥികൾക്കും അങ്ങനെ ടെൻഷനുണ്ട്. നിങ്ങൾ അതിനും പേടിക്കേണ്ട കാര്യമില്ല. ഇത് രണ്ടും കൂടി ഒരുമിച്ചാക്കി ഒറ്റ സർട്ടിഫിക്കറ്റ് ആക്കുവാനുള്ള ഒരു അവസരം വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ സാധ്യതകൾ കിടക്കുന്നു. പിന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഉള്ള ഒരു ടെൻഷൻ, സാർ ഇംപ്രൂവ്മെന്റ് എഴുതുമ്പോൾ കിട്ടിയ മാർക്ക് അങ്ങ് പോയാൽ എന്തോ ചെയ്യും? അതായത് മാത്സിന് നിങ്ങൾക്ക് ആദ്യം മെയിൻ പരീക്ഷ എഴുതിയപ്പോൾ നിങ്ങൾക്ക് 60 മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇംപ്രൂവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 50 മാർക്കേ ഉള്ളൂ. അപ്പോൾ ആ മാർക്ക് കുറയുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും നിങ്ങൾക്ക് ടെൻഷൻ അടിക്കണം. നിങ്ങൾ ഏറ്റവും ടോപ്പ് മാർക്ക് ഏതാണോ ആ മാർക്കായിരിക്കും നിങ്ങൾക്ക് പരിഗണിക്കുക എന്നുള്ള ഒരു സന്തോഷ വാർത്തയും അറിയിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പാണ് നമ്മുടെ കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് സാധ്യതകൾ തുറന്നിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊറോണ ആയതുകൊണ്ട് തന്നെ ആ സാധ്യതകളുടെ വലിപ്പം കുറച്ചുകൂടി കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അതുകൊണ്ട് ടെൻഷൻ എന്നുള്ള ഒരു സാധനം മാറ്റി വെച്ചേക്കാം. റിസൾട്ട് എന്ന് പറയുന്ന ഒരു അടിസ്ഥാനത്തിൽ ടെൻഷൻ അടിക്കേണ്ടതിന്റെ യാതൊരുവിധ സാധ്യതയും നിങ്ങൾക്ക് ഉണ്ടാകില്ല. അപ്പോൾ ലോകം മുഴുവൻ കൊറോണ എന്ന് പറയുന്ന ആ വൈറസിന് മുമ്പിൽ പകച്ചു നിന്നപ്പോൾ യാതൊരുവിധ ആശങ്കയുമില്ലാതെ ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് പരീക്ഷാ ഹാളിലേക്ക് ചെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ത്രിതല പഞ്ചായത്ത് അധികൃതരുടെയും ഗവൺമെന്റിന്റെയും എല്ലാ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് പരീക്ഷാ ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതി ആശങ്കകളെല്ലാം അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം തന്നെയാണ് എന്റെ ഹീറോസ്, ഈ നാടിന്റെ സമ്പത്ത്. അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധികളെ അതിജീവിച്ചതുപോലെ വരുന്ന റിസൾട്ടിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രതിസന്ധികളെ നമ്മൾ അതിജീവിക്കും. എങ്കിലും ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പരീക്ഷ ഫലം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു വാർത്ത തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം
പരമാവധി വിദ്യാർത്ഥികളെ ജയിപ്പിച്ചു വിടുവാനാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരിക്കലും തോൽപ്പിക്കാനല്ല. എത്രമാത്രം വിദ്യാർത്ഥികളെ ജയിപ്പിക്കുവാൻ കഴിയുമോ അത്രമാത്രം വിദ്യാർത്ഥികളെ ജയിപ്പിക്കും. എങ്കിലും പരീക്ഷ ഹാളിൽ ചെന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നമ്പരും ഇട്ട് അഡ്മിഷൻ നമ്പരും മാത്രം എഴുതിക്കൊണ്ട് വന്ന വിദ്യാർത്ഥികൾ ജയിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുവശമുള്ള കാര്യമൊന്നുമല്ല. എങ്കിലും അത്യാവശ്യം എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ജയിക്കുവാനുള്ള ഒരു സാധ്യത തന്നെയാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങളൊന്നും യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട. വളരെ ഊർജ്ജസ്വലതയോടുകൂടി സന്തോഷത്തോടുകൂടി നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം.